കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നായി ഇപ്പോൾ ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ സഹായ പദ്ധതികളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സ്ത്രീകൾക്ക് കൂടുതൽ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വർധന, കുടിശ്ശിക വിതരണം, പുതിയ സഹായ പദ്ധതികൾ, മാസം 1000 പ്രത്യേക സഹായം, പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ പ്രത്യേക സഹായം, UDF മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമ വാഗ്ദാനങ്ങൾ, കേരളത്തിലെ സ്ത്രീകളുടെ ജീവിത സാഹചര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ജീവിതത്തിന്റെ വലിയ ആശ്രയമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ, വിവാഹമോചിതരായവർ, ആശ്രയമില്ലാത്ത സ്ത്രീകൾ, വരുമാനമില്ലാത്തവർ, ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്ന അമ്മമാർ, ഇതുകൂടാതെ പഠിക്കുന്ന പെൺകുട്ടികൾ, ഇവർക്കെല്ലാം പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക വലിയ സഹായമാണ്. പല കുടുംബങ്ങളിലും ഈ തുകയാണ് മരുന്നിനും ഭക്ഷണത്തിനും വാടകയ്ക്കും കുട്ടികളുടെ പഠനത്തിനും ഉപയോഗിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു സാധാരണ ധനസഹായ പദ്ധതി മാത്രമല്ല, അത് നിരവധി സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന പ്രധാന സാമ്പത്തിക പിന്തുണയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പല ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികൊണ്ടെന്ന പരാതികൾ ഉയരുന്നുണ്ട്. പെൻഷൻ വിതരണം വൈകുന്നതോടെ നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. സഹകരണ ബാങ്കുകൾ വഴിയും ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും വിതരണം നടക്കുമ്പോഴും വൈകല്യങ്ങൾ തുടരുകയാണ്. വിലക്കയറ്റം ഉയരുന്ന സമയത്ത് പ്രതിമാസ സഹായം വൈകുന്നത് സ്ത്രീകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിലെ സാധാരണ കുടുംബങ്ങളുടെ ചിലവുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെ ഉയർന്നിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ വില, വൈദ്യുതി ചാർജ്, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം, വാടക, മരുന്ന് ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, ഇവയെല്ലാം സാധാരണ സ്ത്രീകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. പെൻഷൻ തുക മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ ഇന്നും കടബാധ്യതയിലും സാമ്പത്തിക സമ്മർദ്ദത്തിലുമാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് കുടുംബസഹായമില്ലാത്ത സ്ത്രീകൾക്ക് സർക്കാർ ധനസഹായം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ക്ഷേമ പെൻഷൻ വർധനയെക്കുറിച്ചാണ്. UDF നേതാക്കൾ വിവിധ വേദികളിൽ ക്ഷേമ പദ്ധതികൾ ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുക, കുടിശ്ശിക വിതരണം വേഗത്തിലാക്കുക, പെൻഷൻ വിതരണം കൃത്യമാക്കുക, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുക, ഇവയെല്ലാം രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഇതോടൊപ്പം പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രത്യേക സഹായം നൽകുമെന്ന പദ്ധതി സംബന്ധിച്ച വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതുകൂടാതെ 1000 രൂപ വീതം പെൺകുട്ടികൾക്ക് നൽകുന്ന സഹായ പദ്ധതി സംബന്ധിച്ച വാർത്തകളും സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ വേദികളും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് നേരിട്ട് സഹായം നൽകുക, പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക പിന്തുണ നൽകുക, കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. കേരളത്തിലെ നിരവധി കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ പഠന ചെലവ് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, കോളേജ് ഫീസ്, ഹോസ്റ്റൽ ചെലവ്, പഠന സാമഗ്രികൾ, യാത്രാ ചെലവ്, ഇവയെല്ലാം സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. UDF സർക്കാർ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. പേര് കേരള ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ആണ്. ചുരുക്കത്തിൽ KGCE സ്കോളർഷിപ്പ് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കും. പദ്ധതിയുടെ ലക്ഷ്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പല കുടുംബത്തിലും പെൺകുട്ടികളെ സ്കൂളിൽ വിടാതെ പണിക്ക് വിടുന്ന സ്ഥിതിയുണ്ട്. മാസം 1000 രൂപ കിട്ടിയാൽ പഠനത്തിന് സഹായകമാകും. പുസ്തകം, യൂണിഫോം, ബസ് ചാർജ് ഇതിന് ഉപയോഗിക്കാം. ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കും. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിക്കുന്നവർക്ക് ലഭിക്കും. അംഗൻവാടിയിൽ പോകുന്ന 5 വയസ്സുള്ള കുട്ടികൾക്ക് ലഭിച്ചു തുടങ്ങും. മഞ്ഞ, പിങ്ക്, NPS, NPNS ഈ 4 കാർഡിൽ ഏതെങ്കിലും ഒന്നിൽ പേരുണ്ടായാൽ മതി. കുടുംബ വരുമാനം വർഷം 3 ലക്ഷത്തിൽ കുറവായിരിക്കണമെന്ന് മാത്രം. ഇനി എത്ര തുക ലഭിക്കുമെന്ന് നോക്കാം. മാസം 1000 രൂപ, വർഷം 12000 രൂപ ലഭിക്കും. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 13 വർഷം ലഭിക്കും. അപ്പോൾ 13 × 12000 നോക്കുമ്പോൾ 1,56,000 രൂപ ഒരു പെൺകുട്ടിക്ക് ലഭിക്കും. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാസം 2000 രൂപ വീതം, വർഷം 24,000 രൂപ ലഭിക്കും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. 2026 ഓഗസ്റ്റ് 1 മുതൽ അപ്ലൈ ചെയ്യാം. സ്കൂളിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം വാങ്ങണം. ഹെഡ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്യണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ ഇതിന്റെ കോപ്പി വെക്കണം. അമ്മയുടെ പേരിലും ബാങ്ക് അക്കൗണ്ട് മതി. മൈനർ അക്കൗണ്ട് ആണെങ്കിൽ അമ്മ ഗാർഡിയൻ ആകും. പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. അപ്ലൈ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ആകും. സെപ്റ്റംബർ 1 മുതൽ എല്ലാ മാസവും 1-ാം തീയതി 1000 രൂപ അക്കൗണ്ടിൽ വരും. സ്കൂളിൽ 75% അറ്റൻഡൻസ് നിർബന്ധമാണ്. അറ്റൻഡൻസ് കുറവാണെങ്കിൽ പണം നിർത്തും. വർഷം തോറും സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി റിന്യൂ ചെയ്യണം. ഇനി എത്ര പേർക്ക് ലഭിക്കുമെന്ന് നോക്കാം. കേരളത്തിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ 18 ലക്ഷം പേരുണ്ട്. അതിൽ 12 ലക്ഷം പേർ
മഞ്ഞ, പിങ്ക്, NPNS, NPS കാർഡിലുള്ളവരാണ്. ഈ 12 ലക്ഷം പേർക്ക് മാസം 1000 രൂപ വീതം ലഭിക്കും. സർക്കാരിന് വർഷം 1440 കോടി രൂപ ചെലവ് വരും. അടുത്തതായി കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. പെൻഷൻ പ്ലസ് കാരുണ്യ കാർഡ് ഇരട്ട ആനുകൂല്യം ലഭിക്കാനായിട്ട് പോകുന്നു. വീട്ടമ്മ പെൻഷൻ 3000 രൂപ വാങ്ങുന്ന എല്ലാ സ്ത്രീകൾക്കും കാരുണ്യ കാർഡ് ലഭിക്കും. അതുകൊണ്ട് ഈ 2 ആനുകൂല്യം ഒരുമിച്ച് ലഭിക്കും. 1 മാസം 3000 രൂപ പെൻഷൻ ക്യാഷ് ആയിട്ട് ലഭിക്കും. 2 വർഷം 5 ലക്ഷം രൂപ ഫ്രീ ചികിത്സ ലഭിക്കും. UDF വന്നതോടെ ചികിത്സ 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. വീട്ടമ്മ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ക്യാൻസർ വന്നാൽ ഈ 3 സഹായം ലഭിക്കും. 1 മാസം 3000 രൂപ വീട്ടമ്മ പെൻഷൻ തുടരും. 2 UDF ക്യാൻസർ ഷീൽഡ് പ്രകാരം ലിമിറ്റില്ലാതെ ഫ്രീ ചികിത്സ. RCCയിൽ ഫുൾ ഫ്രീ ആണ്. 3 മാസം 5000 രൂപ ന്യൂട്രീഷൻ അലവൻസ് ബാങ്കിൽ വരും. ആകെ മാസം 8000 രൂപ ക്യാഷ് പ്ലസ് ഫ്രീ ചികിത്സയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടമ്മ പെൻഷൻ ഓട്ടോമാറ്റിക്ക വയോജന പെൻഷനായി മാറും. തുക 3000 രൂപ തന്നെ. കൂടെ UDF സീനിയർ സിറ്റിസൺ ആരോഗ്യ പ്ലസ് കാർഡ് കൂടി ലഭിക്കും. വർഷം 10,000 രൂപ മെഡിക്കൽ അലവൻസ് കൂടി ലഭിക്കും. മാസം നഴ്സ് വീട്ടിൽ വന്ന് ഫ്രീ ചെക്കപ്പ് നടത്തും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നോക്കും. മരുന്നും ഫ്രീ ആയിട്ട് ലഭിക്കും. പുതുതായി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാം. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡിൽ പേരുണ്ടാകണം. സർക്കാർ ജോലി ഉണ്ടാകരുത്. ഇൻകം ടാക്സ് അടയ്ക്കരുത്. കുടുംബ വരുമാനം വർഷം 3 ലക്ഷത്തിൽ കുറവായിരിക്കണം. വിവാഹം കഴിഞ്ഞവർക്കും അവിവാഹിതർക്കും കിട്ടും. വിധവകൾക്കും ലഭിക്കുന്നതാണ്. കേരളത്തിലെ നിരവധി സ്ത്രീകൾ ഇന്ന് വലിയ ഉത്തരവാദിത്തങ്ങളോടെയാണ് ജീവിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബ ചെലവുകൾ, മരുന്ന് ചെലവ്, വാടക, ഭക്ഷണം ഇവയെല്ലാം നിയന്ത്രിക്കാൻ പലർക്ക് സ്ഥിര വരുമാനമില്ല. ചിലർ വീട്ടുജോലി ചെയ്യുന്നു, ചിലർ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യുന്നു, ചിലർ രോഗാവസ്ഥയിൽ കഴിയുന്നു. ഇത്തരത്തിൽ സർക്കാർ സഹായ പദ്ധതികൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇപ്പോഴുള്ള പെൻഷൻ തുക നിലവിലെ വിലക്കയറ്റ സാഹചര്യത്തിൽ മതിയാകുന്നില്ല എന്ന അഭിപ്രായം വ്യാപകമായി ഉയരുന്നുണ്ട്. 1000 രൂപ കൊണ്ട് ഒരു മാസത്തെ ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് പലരും പറയുന്നത്. അതിനാൽ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 2000, 2500, 3000 ഇത്തരത്തിലുള്ള വർധന ആവശ്യപ്പെട്ട് സാമൂഹ്യ സംഘടനകളും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഭാവിയിൽ സ്ത്രീകൾക്കായുള്ള നിരവധി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. പെൻഷൻ വർധന, പ്രത്യേക ധനസഹായം, ഉത്സവ ബോണസ്, കുടിശ്ശിക തീർപ്പാക്കൽ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടുള്ള വിതരണം, ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കണമെന്ന് പൊതുജനം ആവശ്യമുയരുന്നുണ്ട്. UDFന്റെ പുതിയ മാറ്റങ്ങൾ പ്രകാരം 30 ലക്ഷം സ്ത്രീകൾക്കും 12 ലക്ഷം പെൺകുട്ടികൾക്കും സഹായകമാകും. മാസം 3000 രൂപയും 10 ലക്ഷം രൂപയുടെ ചികിത്സയും ലഭിക്കും. പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ ലഭിക്കും. ഈ വീഡിയോ എല്ലാ വീട്ടമ്മമാരിലേക്കും എത്തിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച എല്ലാ പുതിയ അപ്ഡേറ്റ്സുകളും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന എല്ലാ പ്രധാന വാർത്തകളും തുടർന്ന് വിശദമായി എത്തിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.